പെരുന്നാളിനും മറ്റ് വിശേഷ ദിവസങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത നൈസ് പത്തിരിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നല്ല പൂവ് പോലെ സോഫ്റ്റായ വെള്ളപ്പത്തിരിയുടെ കൂടെ ഒരു നാടൻ കോഴിക്കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നാടൻ കോഴിക്കറിയുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കൂട്ടോ. നൈസ് പത്തിരി തയ്യാറാക്കാൻ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാം. ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് എന്ന കണക്കിൽ 2 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ല പോലെ വെട്ടി തിളച്ചു വരുമ്പോൾ 2 കപ്പ് വറുത്ത നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വെള്ളത്തിലേക്കിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ നല്ല പോലെ പൊടി വെള്ളവുമായി യോജിച്ച് വരുന്നവരെ തീ കുറച്ച് വെച്ച് മിക്സ് ചെയ്യണം. ഈ പാകമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് പൊടി കുറച്ച് ചൂടാറുന്നവരെ മൂടി വയ്ക്കാം. കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രം എടുത്ത് നല്ല പോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. ഈ ടൈമിൽ കൈകൊണ്ട് കുഴയ്ക്കാൻ പാടാണ്. നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി കുഴച്ചാലേ നല്ല മയത്തിൽ പത്തിരി കിട്ടൂ. കൈ തൊടാവുന്ന ചൂടായാൽ കൈ വെച്ച് കുഴച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. മാവ് ഒട്ടും കയ്യിൽ ഒട്ടാത്ത പരുവം വരെ നമുക്ക് കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടിക്കും അനുസരിച്ച് മാറ്റം ഉണ്ടാവാം. അതുകൊണ്ട് വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റി വെക്കാം. പൊടിയിട്ട് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ മാറ്റി വെച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. ഇനി വെള്ളം കുറവാണെന്ന് തോന്നിയാൽ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. മയത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. മാവ് എപ്പോഴും കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. തുറന്നു വെച്ചാൽ മാവ് ഡ്രൈ ആയി പോകും. ഇനി ഓരോ ഉരുളയെടുത്ത് ഇതുപോലത്തെ ഒരു പത്തിരി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കാം. പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ പത്തിരി നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുട്ടോ. പത്തിരി പ്രസ്സിൽ ഓയിലിൻ്റെ കവറോ അല്ലെങ്കിൽ പൊടിയുടെ കവറോ വെച്ചിട്ട് വേണം പ്രസ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ മാവ് പ്രസ്സിൽ ഒട്ടിപ്പിടിക്കും. ഒരു 4-5 പ്രാവശ്യം ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ നല്ല നൈസായിട്ടുള്ള പത്തിരി പരത്തിയെടുക്കാൻ പറ്റും. പരത്തിയെടുത്തതിന് ശേഷം അരിപ്പൊടിയിലിട്ട് ഇതുപോലെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. പരത്തിയതിന് ശേഷം പത്തിരികൾ തമ്മിൽ ഒട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ചുട്ടെടുക്കുമ്പോൾ ചട്ടിയിൽ പിടിക്കാതിരിക്കാനും ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതുപോലത്തെ പത്തിരി പ്രസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകിൽ അരിപ്പൊടി തൂകി ഓരോ ഉരുളകളെടുത്ത് അതിൽ വെച്ച് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഷേപ്പാക്കാനായി ഒരു ബൗൾ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് പരത്തിയെടുത്ത പത്തിരി ചുട്ടെടുക്കാം. ഒരു ചട്ടി ചൂടാക്കി സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിനും ഹൈക്കും ഇടയിൽ വെച്ച് പരത്തിയെടുത്ത പത്തിരി ചട്ടിയിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ആവി വരാൻ തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ കുമിള പോലെ വരാൻ തുടങ്ങുമ്പോൾ ഒന്നുകൂടി മറിച്ചിട്ട് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരും. നല്ല പോലെ പൊങ്ങി വന്നതിന് ശേഷം ചട്ടിയിൽ നിന്നും മാറ്റാം. കാസറോളിൻ്റെ ഉള്ളിൽ പത്തിരി ഇട്ട് വെക്കുമ്പോൾ അടിയിൽ ഒരു കോട്ടൻ്റെ തുണിയിട്ട് അതിൻ്റെ മുകളിൽ പത്തിരി ഇട്ട് കൊടുത്താൽ മതി. ആവിവെള്ളം കുടിക്കില്ല പത്തിരി. അതുപോലെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷമേ കാസറോൾ അടയ്ക്കാവൂ. നൈസ് പത്തിരി തയ്യാറാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്